ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്ന്, എല്ലാവരും ചൂട് മൂലം ഭയങ്കരമായിട്ട് ആവി ചൂടും ദാഹവും അതിനെല്ലാത്തിനും ഉപരി ഒത്തിരി പേർക്ക് ചുടുകുരു ഉള്ള സമയമാണ് അല്ലേ. ഇതിനെക്കുറിച്ച് ഞാനൊരു 5 വർഷം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ ഇത് വീണ്ടും ആവർത്തിക്കാൻ കാരണം ഇപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിറയെ ചൂടുകുരുണ്ട്, എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇത് വീണ്ടും ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ചൂടുകുരു എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് അധികം വിയർക്കുന്നവർക്കാണ് വരുന്നത്. ഈ അധികം അങ്ങോട്ട് വിയർത്ത് നമ്മുടെ വിയർപ്പ് ഗ്രന്ഥികളൊക്കെ അങ്ങോട്ട് ഈ വിയർപ്പ് വന്നിരുന്ന് അടിഞ്ഞ് കേട്ടോ, അതിലുപരി അവിടെ ബാക്ടീരിയൽ ആക്ഷനൊക്കെ ഉണ്ടായി കുരുക്കൾ പോലെ പൊങ്ങയും പിന്നെ അത് ചൊറിച്ചല്, ചിലവരെ സംബന്ധിച്ച് നീര് പോലെ വരും. പിന്നെ ചിലർ കൂടിക്കഴിയുമ്പോൾ യെല്ലോ നിറത്തിലുള്ള ഫ്ലൂയിഡൊക്കെ വരും. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ ആവും. പക്ഷേ അത്രയൊന്നും അങ്ങനെ അധികം ആൾക്കാർക്ക് ആവാറില്ല. ഇത് ചൂടുകൂരായിട്ട് അങ്ങോട്ട് പൊങ്ങി അങ്ങോട്ട് മാറും. പണ്ട് കാലത്ത് ആദ്യത്തെ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പോണ കേസാണ്. പക്ഷെ ഇപ്പോൾ ഒത്തിരി എല്ലാവരും പറയുന്നുണ്ട് കലാമിൻ ലോഷനും ഓയിൻമെൻറ്റും എല്ലാം വാങ്ങി പറ്റിയിട്ടൊന്നും ഇതങ്ങോട്ട് തീർത്തും മാറുന്നില്ല, രാത്രി ഭയങ്കര ചൊറിച്ചിലാണെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഈ ചൂടുകുരു പോവാൻ ഏറ്റവും എളുപ്പം തേങ്ങാപ്പാലാണ് കേട്ടോ. ഏറ്റവും എളുപ്പം ഏറ്റവും ഈസിയും എല്ലാ വീട്ടിലുള്ളതും ഒക്കെ തേങ്ങാപ്പാലാണ്. അത് പാലായിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കണ ആവശ്യമില്ല കേട്ടോ. കുറച്ച് നമ്മൾ തേങ്ങ ചിരവി എടുത്തിട്ട് ആ പീര ഒരു തോർത്തിലോ നല്ലൊരു മസ്ലിൻ കോട്ടണിലോ ഒരു കോട്ടൺ തുണിയിലോ ഇട്ട് നമുക്കതൊരു കിഴി പോലെ ആക്കാം. കിഴി പോലെ ആക്കി നമ്മുടെ എവിടെയൊക്കെയാണ് നമുക്ക് നിറയെ ചൂടുകുരു പൊങ്ങിയിരിക്കുന്നത് അവിടെ ഇങ്ങനെ കുത്തി 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 കൊടുക്കാം കിഴി. അപ്പോൾ അതിൻ്റെ അകത്ത് പാലിറങ്ങി നമ്മുടെ ആ ദേഹത്തൊക്കെ ആ ചൂടുകുരയിലൊക്കെ പറ്റും. അത് ഏറ്റവും നല്ലതാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ ചൊറിച്ചലും ആ വലിയ ബുദ്ധിമുട്ടൊക്കെ മാറും. എങ്ങനെയായാലും ഒരു 3 ദിവസം ഇത് നമ്മൾ അപ്ലൈ ചെയ്താൽ കംപ്ലീറ്റ് മാറിക്കോളും കേട്ടോ. ഏറ്റവും നല്ല ഒരു റെമഡിയാണ് തേങ്ങാപ്പാൽ. അതും ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമുക്ക് മുൾട്ടാണി മിട്ടി വീട്ടിലുള്ളവരെ സംബന്ധിച്ച് അത് റോസ് വാട്ടർ ഒഴിച്ച് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അത് വലിഞ്ഞു കഴിയുമ്പോൾ കേട്ടോ വാഷ് ചെയ്ത് കളയാം. ഇത് മെയിനായിട്ട് ഉണ്ടാവുന്നത് എവിടെയൊക്കെയാണ്, നമ്മുടെ മുഖത്ത്, അതുപോലെ പുറം ബാക്ക് സൈഡ്, ചീക്കിൽ, തൈസിൽ, ഇവിടെയൊക്കെയാണ് നിറയെ ഇത് വരുന്നതല്ലേ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങ് പരന്ന് ഒത്തിരി വരും, ചില സ്ഥലങ്ങളിൽ വെറുതെ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് ഉള്ളെങ്കിൽ അവിടെ മാത്രം ഈ മുൾട്ടാണി മിട്ടി അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സാൻഡൽവുഡ് പൗഡർ, നല്ല പൗഡർ വേണം, ഒറിജിനൽ വേണം. അപ്പോൾ സാൻഡൽവുഡ് പൗഡറും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമുക്കിടാം. 1-2 സ്പൂൺ റോസ് വാട്ടർ സാൻഡൽവുഡ് പൗഡർ എടുക്കുക. അത് മിക്സ് ചെയ്യാൻ ആവശ്യമായ റോസ് വാട്ടർ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഭാഗങ്ങളിലിടാം. സാൻഡൽവുഡ് പൗഡർ നല്ല തണുപ്പ് നമ്മുടെ ദേഹത്തിന് കിട്ടും. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. പിന്നെ മുൾട്ടാണി മിട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പോഴ്സിനെല്ലാം, സുഷിരങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോസ് വാട്ടർ ഇട്ട് നമുക്കത് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തൊരു റെമഡി എന്താണെന്നോ, തേങ്ങാ വെള്ളമാണ്. തേങ്ങ പൊട്ടിച്ച് നമ്മൾ ആ വെള്ളം കളയരുത്. ആ വെള്ളം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചടച്ച് വെച്ചിരുന്ന അത് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. തേങ്ങാ വെള്ളത്തിൻ്റെ ഉപയോഗം നമ്മുടെ ഈ ചൊറിച്ചലും അതുപോലെ വീങ്ങി നീരും ഇതെല്ലാം മാറുന്നതിന് ഏറ്റവും നല്ലതാണ് തേങ്ങാ വെള്ളം കേട്ടോ. പിന്നെ അടുത്തൊരു റെമഡി എന്താണെന്ന്, ആര്യവേപ്പിൻ്റെ ഇല. ആര്യവേപ്പിൻ്റെ ഇല ഇപ്പം എല്ലാവർക്കും കിട്ടാൻ വഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ എല്ലായിടത്തും ഉള്ള തേങ്ങയുടെ കാര്യം പറഞ്ഞത് കേട്ടോ. നാളികേരം, ചിലയിടത്ത് നാളികേരം എന്നാണല്ലോ പറയണത്. അപ്പോൾ ആര്യവേപ്പില എന്ന് പറയുമ്പോൾ അത് ആൻറ്റി ഫംഗലാണ്. ഇപ്പം നമ്മൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ ബാക്ടീരിയ പോകുന്ന ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ, അങ്ങനെ ഇൻഫെക്ഷൻ പോകുന്നതിനും നീര് പോകുന്നതിനും എല്ലാത്തിനും ആര്യവേപ്പില നല്ലതാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ആര്യവേപ്പില നമുക്ക് 2 തരത്തിൽ ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് നമുക്കിത് അരച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ആര്യവേപ്പില, 1 കപ്പ് ആര്യവേപ്പില, 1 പിടി ആര്യവേപ്പില എടുത്ത് 1 കപ്പിൽ തിളപ്പിച്ച് ആറ്റി നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് കുറേശ്ശെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതും നല്ലതാണ്. ആര്യവേപ്പില നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ
കേട്ടോ. ആര്യവേപ്പലയും നമുക്ക് ഇതിനൊരു റെമഡി ആയിട്ട് ഉപയോഗിക്കാം. പിന്നെയുണ്ട് കേട്ടോ, പിന്നെ തൈര് നല്ലതാണ്. തൈര് നമുക്ക് വെറുതെ തൈര് നമുക്ക് അപ്ലൈ ചെയ്യാം ഈ ഭാഗങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഒരു ചൊറിച്ചിലും അങ്ങനെയുള്ള നീർവീക്കവും എല്ലാം പോകുന്നതിന് നല്ലതാണ്. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് ആ നീർവീക്കവും ആ ഫംഗസിൻ്റെ ബാക്ടീരിയയുടെ ആക്ഷനൊക്കെ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ല റെമഡീസാണ് ഞാനീ പറഞ്ഞത്. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, ഐസ് നമുക്കിങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ആര്യവേപ്പില തിളപ്പിച്ച വെള്ളം ഒഴിക്കണ കാര്യം പറഞ്ഞ്, തിളപ്പിച്ചാറ്റിയത്, ഈ തിളപ്പിച്ച ആറ്റിയ വെള്ളം നമുക്ക് ഐസ് ക്യൂബായിട്ട് വെച്ചിട്ട് അത് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. നല്ലതായിരിക്കും. അങ്ങനെ ഒന്ന് ശ്രമിച്ചോളൂ. ഇനി അതല്ല, ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഐസ് ഇട്ട് മസാജ് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു റെമഡിയും കൂടി ഉണ്ട്, അത് കുക്കുംബറാണ്. നമ്മുടെ വെള്ളിരി, കുക്കുംബർ ജ്യൂസും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഈ ഭാഗങ്ങളിലെല്ലാം അപ്ലൈ ചെയ്താലും നല്ല വ്യത്യാസം കിട്ടും. ഓട്സും നല്ലതാണ്, അത് പറയാൻ മറന്നു. ഓട്സ് നമുക്കത് നന്നായിട്ട് ഹോട്ട് വാട്ടറിലിട്ട് കേട്ടോ, ഇട്ട് ഒന്ന് പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കാൻ ഓട്സ് വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒരു കപ്പ്, ഒരു അരക്കപ്പ് വെള്ളത്തിലോട്ട് 2 സ്പൂൺ ഓട്സ് അങ്ങോട്ട് ഇടുക. എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ദേഹത്തൊക്കെ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി, നല്ല റിലീഫ് കിട്ടും. അപ്പം ഞാനിപ്പോൾ എന്തോരം റെമഡിയാണ് പറഞ്ഞത്. ഇത്രയും നാച്ചുറൽ റെമഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടാണ് നമ്മളിതൊന്നും ചെയ്യാണ്ട് അയ്യോ ചൂട് ചൊറിച്ചൽ എന്നൊക്കെ പറഞ്ഞ് ഓടി അടക്കണം കേട്ടോ. പിന്നെ കലാമിൻ ലോഷൻ, ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾക്ക് ഓയിൻമെൻറ്റും കലാമിൻ ലോഷനൊക്കെ കിട്ടും. കലാമിൻ ലോഷനും നല്ലതാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ തേങ്ങാപ്പാൽ ഏറ്റവും ഗുണമുള്ളതാണ്. തേങ്ങാപ്പാൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത്, ചിലവർക്ക് തേങ്ങ കിട്ടില്ല, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും റെമഡീസ് ഒറ്റ ട്രിപ്പിൽ അങ്ങ് പറഞ്ഞു തന്നെ കേട്ടോ. പിന്നെ വേറെ ഞാൻ ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്തുള്ള നമ്മുടെ മേക്കപ്പിൻ്റെ കാര്യവും ഡ്രസ്സിൻ്റെ കാര്യവും ഒക്കെ ഞാൻ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ട കുറേ കൂടെ ഇൻഫർമേഷൻ അതിനെക്കുറിച്ച് കിട്ടും. പിന്നെ വേനൽക്കാലത്ത് അധികം മേക്കപ്പ് ഇടാതെ ഇരിക്കുന്ന നല്ല. ഒന്നാമത് നമ്മളിങ്ങനെ വിയർക്കുവാണ്, ആ കൂട്ടത്തിൽ മേക്കപ്പും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും, ഈ വിയർപ്പും കാര്യങ്ങളൊക്കെ ചൂടുമൊക്കെ. പിന്നെ അയഞ്ഞ വസ്ത്രങ്ങൾ, കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പിന്നെ 2 വീലറിൽ ഇങ്ങനെ ഈ വലിയ വെയിലത്ത് ഇങ്ങനെ യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെയിലധികം കൊള്ളാതിരിക്കുക, പ്രത്യേകിച്ച് ഇങ്ങനെ ദേഹം മുഴുവനും ചൂടുകൂരമൊക്കെ പൊങ്ങിയിരിക്കുന്നവർ വെയിലധികം കൊള്ളാതിരിക്കുക, അധികം വിയർക്കാതിരിക്കുക. ഇനി വിയർത്ത വസ്ത്രങ്ങൾ നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കരുത്. നന്നായിട്ട് വിയർത്ത് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് അങ്ങോട്ട് മാറ്റി വെക്കണേ, അത് ഇട്ടുകൊണ്ട് നടക്കരുത്. പിന്നെ എല്ലാത്തിലുപരി 2 നേരം കുളിക്കുക കേട്ടോ. 2 നേരം അങ്ങ് കുളിക്കണം, അപ്പം തന്നെ നമുക്ക് ആശ്വാസം കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ ചൂടുകുരു എങ്ങനെ നിങ്ങൾക്ക് മറികടക്കാം, ചൂടുകുരുവിൻ്റെ എല്ലാവിധമായ ബുദ്ധിമുട്ടുകളും എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഈ പോസ്റ്റ് വളരെ ഹെൽപ്ഫുള്ളാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എന്നെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.